3 രൂപത്തിൽ ഈ ഹദീസിന്റെ പദങ്ങൾ വന്നിട്ടുണ്ട്. നബി പറഞ്ഞു എന്ന പേരിൽ. അത് 3ഉം ദുർബലമാണ്, ദഈഫാണ്. നമ്മളെ സംബന്ധിച്ച് അതോട് കഴിഞ്ഞു. പിന്നെ വർത്താനമില്ല. ദഈഫ് എന്ന് പറഞ്ഞ കഴിഞ്ഞു. പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട വിഷയമേ നമുക്കില്ല. പക്ഷെ കേരളത്തിൽ നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളത്. ഇവിടെ ദഈഫ് കൊണ്ടുവരുന്ന മനുഷ്യന്മാർ വേണ്ട. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. നിർമ്മിതമായ ഹദീസ് കൊണ്ടുവരും. ഉദാഹരണമായിട്ട് റബീഉൽ അവ്വൽ എല്ലാ സ്ഥലത്തും പോലും പറയും നബിയെ താങ്കളില്ലായിരുന്നുവെങ്കിൽ ലോകത്തെ പടക്കൂലായിരുന്നു. അത് സ്വഹീഹല്ല എന്ന് പറയും. മാത്രമല്ല നമ്മൾ അതിന്റെ മറ്റു ചർച്ചകളും പറയും. എന്ത് ഇങ്ങനെ ഹദീസ് ഉണ്ടാവൂല. കാരണം ആദ്യം പഠിച്ച പ്രകാശമല്ല, ആദ്യം പഠിച്ച കലമാണ്. അതിന് ഹദീസൊക്കെ നമ്മൾ പറയും. നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ദഈഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെന്താ അതൊക്കെ പറയണത്? പക്ഷെ ഇവർക്കത് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് നാം ഇവരോട് പറഞ്ഞു, ഇത് സ്വഹീഹല്ല, സ്വഹീഹ് ആണെങ്കിലും തെളിവല്ല. അത് നമ്മൾ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ ഈ ഹദീസ് എന്ന് ഇവർ തെളിവാക്കിയോ അന്ന് മുതൽ ഈ ചർച്ച ഉണ്ട്. എന്താ തെളിവാക്കിയത്? ഹദീസിന്റെ 3 പദപ്രയോഗങ്ങൾ. ഒന്ന്, നിങ്ങൾ ഒരു ആളില്ലാത്ത സ്ഥലത്ത് എത്തിപ്പെടുകയും നിങ്ങളുടെ യാത്രാ മൃഗം ചാടിപ്പോവുകയും ചെയ്താൽ അള്ളാഹുവിന്റെ അടിമകളെ അതിനെ പിടിച്ചു വെക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. തീർച്ചയായും അള്ളാഹുവിന് ഭൂമിയിൽ ഹാജരായ ചില അടിമകൾ ഉണ്ട്, അവർ അതിനെ പിടിച്ചു വെക്കും. ഇതാണ് ഒന്ന്. രണ്ടാമത്, ഒരു മരുഭൂമിയിലോ വിജനപ്രദേശത്തിലോ എത്തിപ്പെടുകയും നിങ്ങൾക്ക് വഴിതെറ്റുകയോ നിങ്ങൾക്ക് ആവശ്യം നേടുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. തീർച്ചയായും നാം കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. ഇതാണ് രണ്ടാമത്തെ പദപ്രയോഗം. മൂന്നാമത്തെ പദപ്രയോഗത്തിൽ അള്ളാഹുവിന് ചില മലക്കുകൾ ഉണ്ട്. ആ മലക്കുകൾ ഒരു മരത്തിന്റെ ഇല വീണാൽ പോലും അത് രേഖപ്പെടുത്തി വെക്കും. അതുകൊണ്ട് ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് നിങ്ങൾക്കൊരു ആവശ്യം നേരിട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊള്ളുക. ഇതാണ് മൂന്നാമത്തെ റിപ്പോർട്ട്. അപ്പൊ മൂന്നാമത്തതിൽ മലക്ക് എന്ന് വന്നു. 3ഉം സ്വഹീഹല്ല, നബി പഠിപ്പിച്ചതല്ല. ആദ്യത്തെ 2 ആരാ എന്താന്ന് പറഞ്ഞില്ല. 2 പ്രയോഗം പറഞ്ഞു. ഒന്ന്, നാം കാണാത്ത അടിമകൾ അള്ളാഹുവിനുണ്ട്. 2, ഹാജരായ അടിമകൾ അള്ളാഹുവിനുണ്ട്, അവർ അതിനെ പിടിച്ചു വെക്കും. ഈ 2 പ്രയോഗം ദുർവ്യാഖ്യാനിച്ചിട്ട് സമസ്തക്കാര് പറഞ്ഞു, ഹാജരായ അടിമ നമ്മൾ കാണാത്ത അടിമ എന്ന് പറഞ്ഞല്ലോ. അതാരാ? സാധാരണ മനുഷ്യരാണെങ്കിൽ ഹാജരായാൽ നമ്മൾ കാണും. ഇത് ഹാജരാണ്, നമ്മൾ കാണാത്തവരാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇത് മരിച്ചുപോയ അമ്പ്യൗലിയാക്കന്മാരെ ആത്മാക്കളാണ്. ഒരു ഹാജരായാലും നമ്മൾ കാണൂല. അപ്പൊ നമ്മുടെ നാട്ടിൽ കിടന്ന ഖുറാഫിയാക്ക് കുത്തുബിയത്ത് നടത്തുമ്പോ പൊടി വിതറിട്ട് ഷെയ്ഖ് അവിടെ ചവിട്ടിപ്പോയി എന്ന് പറയും. എന്നാലും നമ്മൾ കാണൂല. പോലെ വെപ്പ്. ഷെയ്ഖ് അവിടെ വരും, നമ്മൾ കാണൂല. ഹാജരാകും, പക്ഷെ കാണൂല. അതാണ് ഓല വിശ്വാസം. അതുകൊണ്ട് ഈ ഹദീസ് ഞങ്ങൾക്ക് അമ്പ്യൗലിയാക്കന്മാരെ വിളിക്കാൻ തെളിവാണ്. കാരണം ഹാജരായ നമ്മൾ കാണാത്ത അടിമ എന്ന് പറഞ്ഞാൽ അമ്പ്യൗലിയാക്കന്മാരെ മനസ്സിലാക്കാലോ. അപോലെ വിളിക്കാൻ തെളിവായി, എന്നാലും ശിർക്കാവൂല. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്ന്, ഇത് സ്വഹീഹല്ല, ദഈഫാണ്, സ്വീകാര്യമല്ല. 2, സ്വീകാര്യമാണെങ്കിൽ പോലും ഇത് അമ്പ്യൗലിയാക്കന്മാരെ ഉദ്ദേശിച്ചല്ല. എന്തിനാണ് സ്വീകാര്യമാണെങ്കിൽ എന്ന് പറഞ്ഞത്? അതിന് വളരെ തലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തരാം. അമ്പ്യൗലിയാക്കന്മാർ അല്ല ഉദ്ദേശം. അപ്പൊ ചോദ്യം പിന്നെ ആരാണ്? സാധാരണ മനുഷ്യനെ പറയാൻ പറ്റൂല. കാരണം ഹാജരായാൽ കാണാത്തവർ എന്നാണല്ലോ. അപ്പോഴാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, അതവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വല്ല ജിന്നുകളോ വല്ല മലക്കുകളോ, ഇനി അത് രണ്ടുമല്ലാത്ത വേറെ വല്ല പടപ്പുകളോ ആരെങ്കിലും അല്ലാഹ്ക്ക് ഉണ്ടാവാം. സ്വഹീഹ് ആണെങ്കിൽ അത്രേ ഉള്ളൂ, പക്ഷെ സ്വഹീഹ് അല്ല. സ്വഹീഹ് ആണെങ്കിൽ അത്രേ ഉള്ളൂ. ജിന്നുകൾ ഉണ്ടാവാം, തടസ്സമില്ല. ജിന്നുകൾ ഭൂമിയാണ് ജീവിക്കുന്നത്, നമ്മളുടെ ഇതാണ്. അപ്പൊ ജനപ്രദേശം വിജയപ്രദേശം എവിടെ ഉണ്ടാകാം അവർ.
അങ്ങനെയാണോ പ്രമാണം പരിചയപ്പെടുത്തിയത്? മലക്കുകളോ ഓരും എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്നും പറഞ്ഞു. അപ്പൊ സ്വഹീഹ് ആണെങ്കിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വല്ല ജിന്നുകളോ വല്ല മലക്കുകളോ രണ്ടുമല്ലാത്ത വേറെ വല്ല പടപ്പുകളോ ഒക്കെ ആയിരിക്കാം, പക്ഷെ സ്വഹീഹ് അല്ല. അപ്പൊ ലഈഫാണ്, തെളിവില്ല. നീ സ്വഹീഹ് ആണെങ്കിലും തെളിവില്ല. കാരണം അമ്പിയവരക്കന്മാരല്ല. കാരണം ഓലവിടെ വരൂല, ഒരു വിജയപ്രദേശത്ത് എത്തൂല, ജനപ്രദേശത്തും എത്തൂല. അങ്ങനെ സിസ്റ്റവും അവിടെ ഇല്ല. എന്നാൽ ഇങ്ങനെ സിസ്റ്റം ഇവിടെ ഉണ്ട്. അപ്പൊ ലഈഫ ഹദീസ് കൊണ്ട് ഒരു തത്വം ഉണ്ടാക്കിയതല്ല. ഉള്ള തത്വത്തെ ഈ ഹദീസിലേക്ക് അപ്ലൈ ചെയ്തു. സ്വഹീഹ് ആണെങ്കിൽ ഇതാണ് ഉദ്ദേശം, പക്ഷെ സ്വഹീഹ് അല്ല. ഇതാണ് ലോക പണ്ഡിതന്മാർ പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ 2 നൂറ്റാണ്ട് ഇപ്പുറത്തേക്കാണ് ഈ ചർച്ച വരുന്നത്. കാരണം അതിനു മുമ്പ് ഈ ഹദീസിനെ ആരും ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. അപ്പൊ ചിലർ ചോദിക്കും, മുൻഗാമികൾ ആരെങ്കിലും ഈ ഹദീസിൽ ശിർക്കില്ല എന്ന് പറഞ്ഞേക്കണോ? ആ കാലത്ത് ഈ ഹദീസിനെ ഈ ഇസ്തിഗാസക്ക് തെളിവായി ലോകത്താരും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ചർച്ചയ്ക്ക് ആവശ്യമുണ്ടായിട്ടില്ല. ഇതുപോലെ എന്ന ആയത്ത് കാന്തപുരം ഓതി. ഇപ്പൊ ഒരു മുസ്ലിം ചോദിക്കുക, എന്ന ആയത്ത് ഇസ്തിഗാസക്ക് തെളിവല്ലെങ്കിൽ ഇതിൽ ശിർക്കില്ല എന്ന് ഏത് തഫ്സീറിലാണ് ഉള്ളത് എന്ന് ചോദിച്ചാലോ? എന്ന ആയത്തിന്റെ തഫ്സീറിൽ എവിടെയാ ശിർക്കില്ല എന്നുള്ളത്? അമാനി പരിഭാഷയിൽ വരെ ഉണ്ടോ ശിർക്കില്ല എന്ന് എഴുതി ചോദിച്ചാൽ ഉണ്ടാവൂല. കാരണം അന്ന് ഈ ആയത്തിനെ ഈ തലത്തിലേക്ക് ആരും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. നേരെ മറിച്ച് കാന്തപുരം മുസ്ലിയാർ ആദ്യമായി ഇത് ദുർവ്യാഖ്യാനിച്ചിട്ട് ഇവരുടെ ഇസ്തിഗാസക്ക് തെളിവാക്കി കൊണ്ടുവന്നു. അപ്പൊ പണ്ഡിതന്മാര് പറഞ്ഞു തെളിവല്ല, ആയത്തുണ്ട് പക്ഷെ അങ്ങ് തെളിവല്ല. ഇനിയൊരു തഫ്സീർ എഴുതിയാലോ? ഇനിയൊരു തഫ്സീർ എഴുതിയാൽ സ്വാഭാവികം എന്ത് ചെയ്യും? ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ എഴുതി വെക്കും, ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്, എന്നാൽ അതിനതിൽ ന്യായമില്ല എന്ന് എഴുതി വെക്കും. എന്ന പോലെ സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന ലോക ഖുബൂരി പണ്ഡിതൻ, അയാളാണ് കാര്യമായി ഈ ഹദീസ് ദുർവ്യാഖ്യാനിച്ചിട്ട് അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ തെളിവാക്കിയത്. അതിന് മുമ്പ് ഒറ്റപ്പെട്ട ആരും കണ്ടാവാമില്ലായിരിക്കാം, അല്ലാഹു അഅലം. ആ സൈനി ദഹ്ലാന് ഇന്ത്യക്കാരനായ ബഷീർ സഹ്സുവാനി ഏകദേശം 2 നൂറ്റാണ്ട് മുമ്പ് മറുപടി എഴുതി സിയാത്തുൽ ഇൻസാൻ എന്ന കിതാബ്. ആ കിതാബിൽ കൃത്യമായി അദ്ദേഹം ഖണ്ഡിച്ചു, ഒന്ന് ഹദീസ് സ്വഹീഹ് അല്ല, സ്വഹീഹ് ആണെങ്കിലും ദഹ്ലാൻ പറഞ്ഞ വാദത്തിൽ തെളിവല്ല. ഈ സിയാത്തുൽ ഇൻസാൻ ബേസ് ചെയ്തുകൊണ്ടാണ് കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവിയുടെ അത്തൗഹീദ് എന്ന പുസ്തകം ഉണ്ടായത്. 1946 മൗലവി ആ പുസ്തകം എഴുതുന്നത്. ആ പുസ്തകം വായിച്ചോലിക്കറിയാം, ചുരുങ്ങിയത് 100 സ്ഥലത്തെങ്കിലും ആ പുസ്തകത്തിൽ ഈ സിയാത്തുൽ ഇൻസാൻ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തു ധരിച്ചിട്ടുണ്ട്. അത് ബേസ് ചെയ്തുകൊണ്ട് അതിന് നേരെ പരിഭാഷ ഇല്ലെങ്കിലും ഏകദേശം അതിന്റെ ഒരു ആശയ വിവർത്തനമാണ് കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവിയുടെ അത്തൗഹീദ് എന്ന പുസ്തകം. അപ്പൊ അന്ന് മുതൽ ഇങ്ങോട്ട് സൈനി ദഹ്ലാൻ കൊണ്ടുവന്ന അന്ന് മുതൽ ലോക ഖുറാഫികൾ ഈ ഹദീസ് തെളിവാക്കുന്നു. അന്ന് മുതൽ ലോക സലഫി പണ്ഡിതന്മാർ അവരെ ഗണ്ണിക്കുകയും ചെയ്യുന്നു. ആ രംഗത്താണ് ജിന്ന് മലക്ക് എന്ന വ്യാഖ്യാനം വന്നത് തന്നെ. അല്ല ജിന്നിനെ വിളിക്കാൻ തെളിവായി കൊണ്ടുവന്നതല്ല. ഹദീസ് ദുർബലമാണ്, സ്വഹീഹ് ആണെങ്കിലും തെളിവല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടല്ല? അപ്പോഴാണ് ഇത് അമ്പിയവരക്കന്മാരല്ല, ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ള വല്ല ജിന്നോ മലക്കോ ഉദ്ദേശം ഉണ്ടാവുള്ളൂ സ്വഹീഹ് ആണെങ്കിൽ, പക്ഷെ സ്വഹീഹ് അല്ല. ഇനി എന്തിന് സ്വഹീഹ് ആണെങ്കിൽ എന്ന് പറഞ്ഞു, അതും കൂടി പറഞ്ഞ് നിർത്താം. നമ്മൾ പറഞ്ഞു സുബിക്കിയാണ് ലോകത്ത് ആദ്യമായി ഇസ്തിഗാസ പറ്റുമെന്ന വാദവുമായി കടന്നു വന്നത്. അവര് പറഞ്ഞു ഇബ്നു തൈമിയ്യാണ് ലോകത്ത് ആദ്യമായി ഇസ്തിഗാസ പറ്റൂല എന്ന വാദം കൊണ്ടുവന്നത്. ഓല കണക്കിന് നമ്മളുടെ പുത്തൻവാദം, നമ്മളെ കണക്കിന് അവരുടെ പുത്തൻവാദം. നീ ഏതാണ് പുത്തൻവാദം, ഏതാ പഴഞ്ചൻ വാദം, അതാണ് പിന്നെ തെളിയിക്കപ്പെടേണ്ടത്. ഈ ഹദീസിൽ നിന്ന് അവർക്കൊരു പിടുത്തമുണ്ട്. അഥവാ ഈ ഹദീസ് പ്രകാരം പ്രാവർത്തികമാക്കി ഒരുപാട് പണ്ഡിതന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രാവർത്തികമാക്കി അല്ലാഹു അഅലം. ഒരുപക്ഷെ ഹദീസ് സ്വഹീഹാണ് എന്ന ധാരണയിൽ ചെയ്തവരുണ്ടാകാം. ഒരു ഹദീസിന്റെ ആവശ്യമില്ല, അല്ലാതെയും ചെയ്യാൻ പറ്റിയ കാര്യമല്ലേ എന്ന അർത്ഥത്തിൽ ചെയ്തവരുമുണ്ട് ലോകത്ത്. ഒരാള് ഒരു കിണറ്റക്ക് വീണു, ഓടി വരണേന്ന് ഇയാൾ നിലവിളിച്ചു. ആരെങ്കിലും 2 മനുഷ്യന്മാർ ഓടി വന്നു, കയറിട്ട് രക്ഷപ്പെടുത്തി. കരക്ക് കയറിട്ട് അയാൾ ചോദിക്കൂതല്ലോ, ഓടി വരണേന്ന് പറയാൻ എനിക്ക് ഏത് ഹദീസാ തെളിവ് എന്ന് ചോദിക്കോ? ഇല്ലല്ലോ, ഹദീസ് ആവശ്യമില്ല. അപ്പൊ ആ ഒരു വകുപ്പല്ലേ ഇതിനുമുള്ളൂ
എന്ന് ന്യായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതാണ് ഷൗക്കാനിയൊക്കെ ജായിസ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഹദീസ് പ്രകാരം ചെയ്യുന്ന സംഗതി അല്ലല്ലോ. ഇത് സാധാരണ കുടുങ്ങിയ മനുഷ്യന്മാരെന്ത് ചെയ്യും? വണ്ടേരോ എന്ന് പറഞ്ഞ പോലത്തെ പറച്ചിലേ ഉള്ളൂ, അത് കേൾക്കണ ആരെങ്കിലും വന്നോട്ടെ, അത്രേ ഉള്ളൂ എന്നതിനെ നോക്കി കണ്ടവരുണ്ട് ലോകത്ത്. എന്നാൽ അല്ല, ഹദീസ് പ്രകാരം തന്നെ അത് നോക്കി കണ്ടുകൊണ്ട് ദഈഫാണ്, അതുകൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അങ്ങനത്തെ പണ്ഡിതന്മാർ സ്വഹീഹാണെന്ന് തെറ്റിദ്ധരിച്ചവർ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് നബിയിൽ നിന്ന് സ്വഹീഹല്ല, അതോടൊപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് ചെയ്യാൻ പറഞ്ഞുവെന്ന് സ്വീകാര്യയോഗ്യമായ നിലക്ക് നമ്മളും സുന്നികളും സമ്മതിക്കുന്ന രേഖയിൽ വന്നിട്ടുണ്ട്. നമ്മളും സുന്നികളും അംഗീകരിക്കുന്ന സ്വീകരിക്കാൻ പെടാവുന്ന രേഖയിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞു എന്നുണ്ട്. അപ്പോൾ ഈ വിളി അഭൗതിക വിളിയാണ് എന്ന് തെളിഞ്ഞു കിട്ടിയാൽ ഒരു സുന്നിക്ക് ലാഭമാണ്. എന്താ അവയ്ക്കുള്ള ലാഭം? അഭൗതികമായ വിളി ഇബ്നു അബ്ബാസ് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മോട് എന്ത് ചോദിക്കാം? നിങ്ങളല്ലേ പറഞ്ഞു സുബുക്കിയാണ് ലോകത്ത് ആദ്യം കൊണ്ടുവന്നത്? അത് ശരിയല്ല, ഇബ്നു അബ്ബാസ് അംഗീകരിച്ച വിളിയാണിത്. രണ്ടാമത് ഈ ഹദീസ് ഉദ്ധരിച്ചത് ഒന്ന് ഇമാം തുബറാനിയാണ്. ആ ഇമാം തുബറാനി ഹദീസിന്റെ പദങ്ങൾ കഴിഞ്ഞ ഉടനെ പറഞ്ഞു, വഖദ് ജുർരിബ ദാലിക, ഇത് പരീക്ഷിക്കപ്പെട്ട കാര്യമാകുന്നു, ഇത് ശിർക്കിന്റെ കാര്യമല്ല. അപ്പൊ അഭൗതിക വിളിയാണ് എന്നെങ്ങാൻ തെളിഞ്ഞു കിട്ടിയാൽ അഭൗതിക വിളി ഇമാം തുബ്രാനി അംഗീകരിച്ചു എന്നായല്ലോ. മൂന്നാമത് ഇത് ഉദ്ധരിച്ച ഇമാം ബൈഹഖി, ഇബ്നു അബീ ശൈബ, ഇബ്നു സുന്നി തുടങ്ങിയ പണ്ഡിതന്മാർ ഹെഡിങ് നൽകിയത് ബാബു മാ യഖൂലു ഇദം ഫലതത്തിദ് ദാബ്ബ, മൃഗം നഷ്ടപ്പെട്ടു പോയാൽ പറയേണ്ടതിനെ പറ്റി പറയുന്ന അധ്യായം. അപ്പോൾ അവരും ഇത് അംഗീകരിച്ച ഒരു തലത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ അഭൗതിക വിളി അവരും അംഗീകരിച്ചു എന്നായി. നാലാമതായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ യാത്രയിൽ വഴിതെറ്റിയപ്പോൾ ഇതുപ്രകാരം വിളിച്ചു എന്ന കാര്യം നമ്മളും സുന്നികളും സമ്മതിക്കുന്നു. അപ്പോൾ അഭൗതികമായ വിളി ഇമാം അഹ്മദും വിളിച്ചു എന്നായി. അഞ്ചാമതായി ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞു, എന്റെ ഉസ്താദുമാരിൽ പ്രഗത്ഭരായ ഉസ്താദുമാർ ഇതുപ്രകാരം പ്രാവർത്തികമാക്കുകയും അവർക്കതുകൊണ്ട് ഫലം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭൗതിക വിളിക്ക് അവരുടെയും അംഗീകാരമായി. ആറാമതായി ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞു, ഞാനും ഒരു യാത്രയിൽ വഴിതെറ്റിയപ്പോൾ ഞാൻ ഇതുപ്രകാരം പറഞ്ഞു, അങ്ങനെ ശരിയായ വഴിയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു. അപ്പോൾ അഭൗതിക വിളി അദ്ദേഹം അംഗീകരിച്ചുവെന്നായി. ആറാമതായി ഇസ്തിഗാസക്കെതിരെ അതിശക്തമായി സംസാരിച്ച ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും തങ്ങളുടെ കിതാബുകളിൽ ഈ വിളിയെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ മുസ്ലിക്കാക്കാമെന്ന ഇബ്നു തൈമിയക്ക് പോലും തൗഹീദ് മനസ്സിലായില്ല എന്ന് പറയാനും പറ്റും. അതുകൊണ്ട് ഖുറാഫി പണ്ഡിതന്മാർ എല്ലാ കാലത്തും ശ്രമിച്ചത് ഈ വിളി അഭൗതികമാണ്, ഈ വിളി ശിർക്കാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു. കാരണം ഇത് അഭൗതികമാണെന്ന് വന്നു കിട്ടിയാൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? ഇത് ശിർക്ക് എന്ന് പറയേണ്ടി വരും. ഇത് ശിർക്ക് എന്ന് പറഞ്ഞാലോ ഒരിക്കൽ എന്ത് പറയാ? ഇബ്നു അബ്ബാസ് മുതൽ 14 കാലം ചെയ്തു പോകുന്നൊരു കാര്യം നിങ്ങൾ 4 ആള് ശിർക്ക് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് നിങ്ങളെ സ്വീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഖുറാഫികളുടെ ഒരു ആവശ്യമാണ് ഈ വിളി അഭൗതിക വിളിയാണ് എന്ന് തെളിയൽ. അത് തെളിഞ്ഞു കിട്ടിയാൽ അവരുടെ ഇസ്തിഗാസക്ക് 14 പാരമ്പര്യം ഉണ്ട് വന്നു. അഭൗതിക വിളി ഒന്ന് തെളിഞ്ഞാൽ മതിയല്ലോ, ബാക്കി എല്ലാ അഭൗതികവും പിന്നെ തൗഹീദായി മാറിയല്ലോ. അപ്പൊ പിന്നെ അഭൗതിക വിളിയാണ് പ്രാർത്ഥന എന്ന നമ്മുടെ പുതിയ വ്യാഖ്യാനമാണ് പ്രശ്നം, ഇബ്നു തൈമിയ കൊണ്ടുവന്ന പുത്തൻവാദമാണ് പ്രശ്നം എന്നൊരിക്കൽ പറയാനും പറ്റും. അതുകൊണ്ട് ലോക സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഇത് അഭൗതിക വിളിയേ അല്ല, അഭൗതിക വിളിക്ക് തെളിവുമല്ല, ഇത് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വല്ല ജിന്നുകളോ വല്ല മലക്കുകളോ അത് രണ്ടുമല്ലാത്ത വേറെ വല്ല പടപ്പുകളോ ആരെങ്കിലൊക്കെ ആകാമെന്നേ ഉള്ളൂ, സ്വഹീ ആണെങ്കിൽ തന്നെ, പക്ഷെ സ്വഹീവുമല്ല. ആ മറുപടി പറയുന്ന കാലത്തോളം അവർക്ക് പിന്നൊന്നും പറയാനില്ല. അത് ലോക പണ്ഡിതന്മാര് പറഞ്ഞു, നമ്മളും പറഞ്ഞു. 1971 സൽസബിയിലേക്ക് ചോദ്യം വന്നു, ഒരു മുസ്ലിം ഇത് തെളിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമർ മൗലവിയും പാലത്തും കൂടെ നൽകിയ മറുപടിയിൽ എന്താ പാലത്ത് എഴുതിയത്? ഇത് അഭൗതിക വിളിക്ക് തെളിവല്ല, ഇസ്തിഗാസക്ക് തെളിവല്ല. 2 നിലയ്ക്ക്, ഒന്ന് സ്വഹീഹല്ല, 2 സ്വഹീഹ് ആണെങ്കിലും മൊയ്തീൻ ശൈഖെ വിളിക്കാൻ തെളിവല്ല.
80കളിൽ ശബാബിലേക്ക് ചോദ്യം വന്നു. ഒരു മുസ്ലിയാർ ഇങ്ങനെ പ്രസംഗിക്കുന്നു, ഈ ഹദീസ് ഞങ്ങൾക്ക് ഇസ്തിഹാസ തെളിവാന്നും പറഞ്ഞിട്ട്. അന്നും ഇന്നും അതിന്റെ ചോദ്യോത്തരം കൈകാര്യം ചെയ്യുന്ന ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അന്ന് മറുപടി എഴുതി, ഹദീസ് സ്വഹീഹല്ല, സ്വഹീഹ് ആണെങ്കിലും ഇതിൽ അഭൗതിക വിളിയില്ല, പ്രാർത്ഥനയല്ല. പിന്നീട് അത് 94 പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പേരിൽ പുസ്തകമായി പുറത്തിറങ്ങി. അതിലും ഇത് ഉൾപ്പെടുത്തി. 2001 ഷാർജ മുഖാമുഖത്തിൽ ഹുസൈൻ സലഫിയോട് ചോദിച്ചു. അന്ന് ഹുസൈൻ സലഫി പറഞ്ഞു സ്വഹീഹ് അല്ല, സ്വഹീഹ് ആണെങ്കിലും നിങ്ങൾക്ക് തെളിവില്ല. 2004 മണ്ണാർക്കാട് മുഖാമുഖത്തിൽ കൊണ്ടുവന്നു. അന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞു സ്വഹീഹ് അല്ല, സ്വഹീഹ് ആണെങ്കിലും നിങ്ങളുടെ വാദത്തിൽ തെളിവല്ല. അത് 2007 ചന്ദ്രഗിരിയിൽ അമീദ് ഫൈസി അമ്പലക്കടവ് എഴുതി മുജാഹിദുകൾ തൗഹീദ് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അഭൗതികമായി സഹായിക്കാൻ അല്ലാഹ്ക്കേ കഴിയുള്ളൂ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാ അഭൗതിക സഹായം ഇവിടെ കിട്ടുന്നു വന്നല്ലോ, അപ്പൊ നിങ്ങൾ തൗഹീദ് പൊളിഞ്ഞില്ലേ? അപ്പൊ സക്കരിയ സ്വലാഹിയും അബ്ദുൽ ഖാദിർ കരുവമ്പോയിലും അതേപോലെ ജബ്ബാർ മോരിയും ഒക്കെ ചന്ദ്രഗിരിയിലും വിചിന്തനത്തിലും അതേപോലെ ഇസ്ലാഹി മാസികയിലും എഴുതി ഞങ്ങൾ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല, ഇത് അഭൗതികമല്ല, അതുകൊണ്ട് ഞങ്ങൾ തൗഹീദ് അങ്ങനത്തെ നിലനിൽക്കുന്നുണ്ട്, ഒരു കോട്ടവുമില്ല. 2009 ജിദ്ദ മുഖാമുഖത്തിലും എടവണ്ണ ജാമിയ മുഖാമുഖത്തിലും ഇതേ ചോദ്യം വന്നപ്പോൾ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു ഇതിൽ തകരാറുമില്ല, ഇത് അഭൗതികമല്ല, ഇത് ദുആയുമല്ല. 2011 ആലപ്പുഴ ഇസ്തിഖാമ എന്ന പരിപാടിയിലും തിരുവനന്തപുരം ആറ്റുകൾ മുഖാമുഖത്തിലും ഇതേ ചോദ്യം വന്നപ്പോൾ അനസ് മുസ്ലിയാരും ഞാനും ജബ്ബാർ മൗലവിയും അടങ്ങുന്ന സദസ്സിൽ വെച്ച് ആലപ്പുഴയിൽ അനസ് മുസ്ലിയാർ പറഞ്ഞു, അതേപോലെ ആറ്റിങ്ങലിൽ ഞാനും അനസ് മൗലവിയും പറഞ്ഞു ഇത് പ്രാർത്ഥനയല്ല, ഇത് ദുആയുമല്ല. 2011 ആലപ്പുഴ ഇസ്തിഖാമ എന്ന പരിപാടിയിലും തിരുവനന്തപുരം ആറ്റുകൾ മുഖാമുഖത്തിലും ഇതേ ചോദ്യം വന്നപ്പോൾ അനസ് മുസ്ലിയാരും ഞാനും ജബ്ബാർ മൗലവിയും അടങ്ങുന്ന സദസ്സിൽ വെച്ച് ആലപ്പുഴയിൽ അനസ് മുസ്ലിയാർ പറഞ്ഞു, അതേപോലെ ആറ്റിങ്ങലിൽ ഞാനും അനസ് മൗലവിയും പറഞ്ഞു ഇത് പ്രാർത്ഥനയല്ല, ഇത് നിങ്ങൾക്ക് തെളിവല്ല. 2011 നവംബറിൽ ബഹ്റൈൻ മുഖാമുഖത്തിലും ഈ ചോദ്യം വന്നു. AP സുന്നിയ ചോദിച്ചത്. അന്ന് അനസ് മൗലവി പറഞ്ഞു ഇതൊരിക്കലും പ്രാർത്ഥനയ്ക്ക് തെളിവല്ല, ഇതിന് അഭൗതികമില്ല, ഇത് ശിർക്കല്ല, അതുകൊണ്ട് നിങ്ങളെ ശിർക്ക് തെളിവാക്കാൻ പറ്റൂല. ഈ മറുപടി പറയുന്ന കാലത്തോളം പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ അവസാനം പുതിയ ചില വാദങ്ങളുമായി ചിലർ വന്നപ്പോൾ മൂവാറ്റുപുഴ സംവാദത്തിന് നൗഷാദ് ഹസൻ ഈ ഹദീസ് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് വിഷമവതരിപ്പിച്ച ആള് പറഞ്ഞു ഈ ഇവിടെ അഭൗതികം തന്നെയാണ്, ഇത് ദുആ തന്നെയാണ്, ശിർക്ക് തന്നെയാണ്, ആ ശിർക്ക് ലോകത്ത് ആര് ചെയ്താലും ശിർക്ക് തന്നെയാണ്. അപ്പൊ നൗഷാദ് ഹസൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി, ഇനി ഞങ്ങൾ വേണ്ടതുപോലെ ആഘോഷിച്ചു കൊള്ളാം. ഓർക്ക് എന്താ കിട്ടേണ്ടത്? ഇത് അഭൗതികമാണ് എന്ന് നമ്മളെ തൊള്ളിന്ന് കിട്ടണം. ഓല വാദത്തിന് പണ്ടേ അഭൗതികാണ്. നമ്മളെ വായുന്നത് അഭൗതികാന്ന് കിട്ടിക്കഴിഞ്ഞാൽ അഭൗതിക വിളി ശിർക്കാന്നുള്ളത് ഇബ്നു തൈമിയ്യയുടെ പുത്തൻവാദമായി മാറി. ആ ഇബ്നു തൈമിയ്യ അടക്കം ഈ ശിർക്ക് ചെയ്തു എന്നുമായി മാറും ചെയ്യും. പിന്നെ മാത്രമല്ല ഇബ്നു അബ്ബാസ് മുതലുള്ള പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്, അത് ശിർക്കാ നിങ്ങൾ 4 വഹാബികൾ പറഞ്ഞാൽ പോയവിടുന്ന് എന്ന് പറയാൻ എളുപ്പമുണ്ട്. അപ്പൊ നൗഷാദ് മുസ്ലിയാർ പറഞ്ഞു ഇത് അഭൗതികമാണെങ്കിൽ ഈ സ്റ്റേജിലിരിക്കുന്ന നിങ്ങൾ 4 പേര് മാത്രമേ തൗഹീദുള്ളവർ ഉണ്ടാവുള്ളൂ, ബാക്കി ലോകത്ത് മൊത്തം മുസ്ലിക്കുകളായി മാറി. ഞങ്ങൾ 4 ആളും ശിർക്ക് തന്നെയാണ്, അത് ഞാൻ തെളിയിച്ചു തരാം. ഇന്നലെ അയാള് പറഞ്ഞു സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന്, കണ്ണേറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങളും വിശ്വസിക്കുന്നുവല്ലോ, അത് ശൈത്താന്റെ പണിയല്ലേ? അപ്പൊ ശൈത്താന്റെ ഉപദ്രവവും ശൈത്താന്റെ സഹായവും അത് വഴി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ ആ സഹായവും ഉപദ്രവവും അഭൗതികമാണല്ലോ. കാരണം ജിന്ന അഭൗതിക എന്ന് പറഞ്ഞാൽ പിന്നെ ശൈത്താന്റെ തരുമായി പെട്ടല്ലോ. അപ്പൊ ശൈത്താന്റെ ഉപദ്രവം അഭൗതികമായി മാറി. അപ്പോൾ അഭൗതികമായ ഉപദ്രവം റബ്ബല്ലാത്തവർ ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കണ്ടേ? അപ്പൊ നിങ്ങൾ തൗഹീദും പൊളിഞ്ഞില്ലേ? അപ്പോഴാണ് ഗായക്കുടി പറഞ്ഞത് അഭൗതിക സഹായം റബ്ബല്ലാത്തത് കിട്ടുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കില്ല, അത് ചോദിച്ചാലേ ശിർക്കുള്ളൂ. അത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. വിശ്വാസത്തിലാണ് ശിർക്ക് വരിക, ചോദിച്ചില്ലെങ്കിലും ശിർക്കല്ലേ. ഒരാൾ വിശ്വസിച്ച് പോയി കിടന്നുറങ്ങിയാലും ഓരോ പേര് മുസ്ലിക്കല്ലേ. അപ്പൊ നൗഷാദിലേക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കില്ലല്ലേ? ഞങ്ങൾ സഹായം ചോദിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് ഇനി അതും കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങൾക്ക് സമ്മതിപ്പിച്ചോളാം.
എന്ന് നൗഷാദിന് പറയാം. പക്ഷെ നൗഷാദ് പറഞ്ഞില്ല. അതിന് പോയത്തം കൊണ്ട് പറയാതെ പോയതാവൂല. ഇപ്പൊ കിട്ടിയത് വലിയ മെച്ചാണ്, അതിന് നഷ്ടപ്പെടേണ്ട എന്ന നിലയ്ക്ക് മിണ്ടാതെ തന്നെ ആവും. അപ്പൊ യഥാർത്ഥത്തില് ഇവിടെ ജിന്നിനെ വിളിക്കാന്നോ വിളിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള വാദമേ ഒരാൾക്കില്ല. മറിച്ച് ഈ വിളി അഭൗതികമല്ലെന്നും ഇത് ഉണ്ടെങ്കിൽ പോലും ഇത്രയേ ഉള്ളൂ, അവിടെ ഉണ്ടാകാൻ സാധ്യത ജിന്നോ മലക്കൊക്കെ അത് ഉണ്ടാകാമല്ലോ. ഇപ്പൊ ചതിൽ പറഞ്ഞെന്താ, ഹദീസ് അല്ല കുഴപ്പം, ഹദീസ് അടിസ്ഥാനത്തിൽ ഒരു തത്വം ഉണ്ടാക്കിയിട്ട് അത് പുഴക്കരിക്കും അത് കുട്ടിക്കാട്ടുക്കും ഒക്കെ പ്രയോഗിച്ചു, അതാണ് പ്രശ്നം. എന്നാ ഹദീസ് വെച്ച് തത്വം ഉണ്ടാക്കിയിട്ടില്ല. തത്വം ആദ്യമുള്ളതാണ്. വിജനപ്രദേശത്തോ ജനപ്രദേശത്തോ ഏതു പ്രദേശത്തും ജിന്നുകളും മലക്കുകളും ഉണ്ടാകാം എന്നത് അടിസ്ഥാന തത്വമാണ്. ആ തത്വം ഇതിലേക്ക് പ്രയോഗിച്ചതാണ്, ഹദീസിലേക്ക്. ഹദീസിന് തത്വം ഉണ്ടായതല്ല. അതുകൊണ്ടാണ് ഹദീസ് സ്വഹീഹാണെങ്കിൽ അമ്പിയൗലിയാക്കന്മാരായിരിക്കും എന്ന് പറയാത്തത്. കാരണം അമ്പിയൗലിയാക്കന്മാർ ഇവിടെ വരിക എന്ന തത്വം ഇല്ല, ജിന്നും മലക്കും ഉണ്ടാവുക എന്ന തത്വം ഉണ്ട്. അപ്പൊ സ്വഹീഹാണെങ്കിൽ അതല്ല, ഇതാണ്. ഈ തത്വം ഹദീസിലേക്ക് അപ്ലൈ ചെയ്ത് സ്വഹീഹാണെങ്കിൽ പക്ഷെ സ്വഹീഹല്ല. ഇതാണ് അതിൽ സംഭവിച്ചത്.